നീ ആ പുതുതായി വന്ന കുട്ടിയെ കണ്ടോ? എനിക്ക് കണ്ണിന് കാഴ്ചക്കുറവൊന്നുമില്ല. എങ്ങനെയുണ്ട് കാണാൻ? കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. പിന്നെ എന്താ പരിചയപ്പെടാത്തത്? എടാ അവൾ എന്താ അവൾക്ക്? എടാ അവളെ കാണാൻ എന്ത് സ്മാർട്ടാണ്. പക്ഷെ എന്ത് ചെയ്യാം, ദൈവം എല്ലാവർക്കും എല്ലാം ഒരുമിച്ച് കൊടുക്കില്ലല്ലോ. നീ എന്താ ഉദ്ദേശിച്ചത്? എടാ അവൾ ബധിരയാണെടാ, ബധിര. ബധിരയോ? അതെന്തോ സാധനം? ഓ എടാ, ബധിര എന്നാൽ ചെവി കേൾക്കാത്ത കുട്ടി. ആര്? അവളോ? ഒന്ന് പോടാ. ഇന്നലെ ക്ലാസ്സിൽ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അവള് മണിയായിട്ട് ഉത്തരം പറയുന്നത് ഞാൻ കേട്ടല്ലോ. ആണോ? എന്നാൽ എനിക്ക് തോന്നുന്നു ഈ ഭദ്രത ചില സമയങ്ങളിൽ മാത്രമായിരിക്കും. അങ്ങനെയുമുണ്ട് ചിലത്. ആണോ? അതെനിക്കറിയില്ല. എനിക്ക് ഉറപ്പാ, ഞാൻ നേരിട്ട് അനുഭവിച്ചതല്ലേ. നീ എന്നോട് പറ, എന്താ നിന്റെ അനുഭവം? അവള് ക്ലാസ്സിൽ വന്ന ദിവസം ഞാൻ അവളോട് ഇത്രയും പറഞ്ഞു: കുട്ടി നല്ല സുന്ദരിയാണ്, എന്തോ കുട്ടിയെ എനിക്ക് ഇഷ്ടമാണെന്ന്. എന്നെ ഒന്ന് ഫ്രണ്ടാക്കിക്കൂടെ എന്ന് ഞാൻ ചോദിച്ചു. എന്നിട്ട് അവൾ എന്തു പറഞ്ഞു? ഞാൻ പറഞ്ഞത് എന്താ, എന്നെ ഫ്രണ്ടാക്കാമോ എന്ന്. എന്നിട്ട് അവൾ ഉത്തരം പറഞ്ഞത് എന്താണെന്നോ? എന്താ? അവളുടെ ചെരുപ്പ് പുതിയതാണത്രേ. ഇപ്പൊ മനസ്സിലായില്ലേ അവൾക്ക് ചെവി കേട്ടുകൂടാന്ന്? അറിഞ്ഞോ, നമ്മുടെ വക്കീലിന്റെ മോനില്ലേ, അവൻ MBBS ചേർന്നൂന്ന്. ഭഗവാനെ, അല്ലെങ്കിലും അവന് ഭയങ്കര ജാടയാ. ഇനി മകൻ ഡോക്ടറും കൂടി ആയാലത്തെ സ്ഥിതി എനിക്ക് ആലോചിക്കാൻ വയ്യ. അങ്ങനെയാ മിടുക്കന്മാര്. അവന്റെ മോൻ അത്ര വലിയ പഠിത്തക്കാരനൊന്നും ആയിരുന്നില്ലല്ലോ. അതെ, അവൻ അത്ര പഠിക്കൊന്നുമില്ല. പിന്നെ എങ്ങനെയാ എൻട്രൻസ് കിട്ടിയത്? എൻട്രൻസ് ഒന്നല്ല. വല്ല ബാംഗ്ലൂരിലേക്കോ മൈസൂരിലേക്കോ 10-50 ലക്ഷം കൊടുത്ത് പറഞ്ഞയച്ചതായിരിക്കും അല്ലേ? അതെ, മൈസൂരിലാ. നമ്മുടെ ടിന്റുവിന്റെ കാര്യം ആലോചിക്കുമ്പോഴേ ഇപ്പോഴേ ടെൻഷനാ. ശരിയാ, അവനാണെങ്കി പഠിക്കുകയില്ല, നിങ്ങളുടെ കയ്യിലാണെങ്കിൽ കാശുമില്ല. പിന്നെ എങ്ങനെയാ അവനൊന്ന് ഡോക്ടറാക്കുന്നേ? ഡോക്ടർ അവനൊരു കമ്പൗണ്ടറെങ്കിലും ആയി കണ്ടാ മതിയായിരുന്നു. അതാ അവന്റെ ഇപ്പോഴത്തെ സ്ഥിതി. ശരിയാ, അവന്റെ പഠിത്തം ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. ഇന്നു മുതൽ അവന്റെ പഠിത്തത്തിന് ഒരു മാറ്റം വരുത്തണം. ടിന്റു വന്നല്ലോ. സമയം കളയാതെ പോയിരുന്നു പഠിക്കടാ. എന്താടാ ഒരു മൗനം? പാവം, പകല് മൊത്തം ക്ലാസ്, പിന്നെ ട്യൂഷനും. അവന് ക്ഷീണം കാണില്ലേ? ശരി, നീ പോയി മേല് കഴുകിയിട്ട് അരമണിക്കൂർ റെസ്റ്റ് എടുത്ത് പോയി പഠിക്കാനിരുന്നു. നിങ്ങൾ പഠിക്കാൻ പറഞ്ഞ ചെക്കനതാ കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുന്നു. എന്താടാ ഇത്? പഠിക്കാൻ പറഞ്ഞയച്ചിട്ട് കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നു. നിനക്ക് നിന്റെ ഭാവിയെ കുറിച്ചൊരു ചിന്തയില്ലടാ? എന്റെ സ്വപ്നങ്ങളാണ് എന്റെ ഭാവി എന്ന് അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത്. ഉറങ്ങിയാലല്ലേ എനിക്ക് സ്വപ്നം കാണാൻ പറ്റൂ. എപ്പോഴും സ്വപ്നം കണ്ടോണ്ടിരിക്കണമെന്ന അബ്ദുൽ കലാമും പറഞ്ഞത്. എന്നാ ശരി, ഗുഡ് നൈറ്റ്. അല്ല, രവി ഇന്ന് ജോലിക്ക് പോയില്ലേ? ഇന്ന് വാഹന പണിമുടക്കല്ലേ, അതുകൊണ്ട് കട മുടക്കമാ. അതിനെന്താ, മിക്ക വണ്ടിയും റോഡിലൂടെ ഓടുന്നുണ്ടല്ലോ. എൻ്റെ കടയിലെ പിള്ളേര് ബസ്സിലാ വരുന്നത്, ഞാനായിട്ട് തുറക്കണ്ടെന്ന് കരുതി. അത് ശരി, പോകാതെ മടിച്ചിരിക്കുകയാണല്ലേ? അതെ. നിങ്ങളെന്താ ഓഫീസിൽ പോവാഞ്ഞേ? ഇന്ന് ആരും വരത്തില്ലെന്നേ. അത്രയും പെട്രോൾ കത്തിക്കേണ്ടെന്ന് കരുതി. ആരും വരുമെന്ന് തോന്നുന്നില്ല. അത് തന്നെ ഞാനും കരുതി. ശരിയാ, പെട്രോൾ ബില്ല് ഇത് എങ്ങോട്ടാ? ഞാൻ പഴയ സൈക്കിളൊക്കെ എടുത്ത് ഒന്ന് തുടച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതിലാ കടയിലേക്ക് യാത്ര. അത് കൊള്ളാലോ, നല്ല ഐഡിയ തന്നെ. അല്ല, ഇവിടുത്തെ സൈക്കിൾ എവിടെ പോയി? സാധാരണ മുറ്റത്ത് തന്നെ കാണാറുണ്ടല്ലോ. അത് മോൻ ദീപ് എടുത്തു കൊണ്ടുപോയതാ. എന്റെ അനിയത്തിയുടെ മോളുടെ പിറന്നാളിന് പങ്കെടുക്കാൻ പോയിരിക്കുക. ഗിഫ്റ്റൊക്കെ വാങ്ങിയോ? ഇല്ല, അത് വാങ്ങാൻ അവൻ 500 രൂപ കൊടുത്തിട്ടുണ്ട്. അവനതൊക്കെ വാങ്ങാൻ അറിയുമോ? അതൊക്കെ അവൻ വാങ്ങിക്കോളും. അല്ല, വരുന്ന വഴിക്ക് ഞാൻ അവനെ ടിന്റുവിന്റെ കൂടെ പാർക്കിലിരിക്കുന്നത് കണ്ടല്ലോ. എന്നാ പിന്നെ ടിന്റുവിനോടും കൂടി ആലോചിച്ച് നല്ലൊരു ഗിഫ്റ്റ് തന്നെ അവൻ കൊടുത്തിട്ടുണ്ടാവും. ശരിയാ, ടിന്റുവിന്റെ സെലക്ഷൻ എന്നും സൂപ്പറാ. ഇന്നെന്റെ കസിന്റെ പിറന്നാളാ. അവൾക്ക് എന്താ കൊടുക്കുക? ആളെങ്ങനെ കാണാൻ? സുന്ദരിയാ. എന്നാലൊരു കാര്യം ചെയ്യ്, എന്റെ ഫോൺ നമ്പർ കൊടുത്തേക്ക്.